ഹായ് നമസ്കാരം. ഒരു വീഡിയോയും കൊണ്ട് വന്നിരിക്കുകയാണ് ഒന്നുകൂടെ. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഒരുപാട് താങ്ക്സ്. എന്നാന്ന് ചോദിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തതിന് കുറച്ച് പേരേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ബട്ട് എന്നാലും നല്ല മനസ്സിന് താങ്ക്സ് എ ലോട്ട്. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബേഴ്സിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ എൻ്റെ വീഡിയോസ് എല്ലാം ഫുള്ളായിട്ട് കാണണം. പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇപ്പോഴൊക്കെ ഈ ഫുഡിൻ്റെ ഒക്കെ ചാനലുകളിലെ അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ഫുഡൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ, റെസിപ്പിക്ക് വേണ്ടി. അപ്പോൾ റെസിപ്പിക്ക് വേണ്ടി ഫ്രൂട്ട്സ് ഒക്കെ കാണുമ്പോൾ അതിനകത്ത് ഈ ആൻറ്റി ഓക്സിഡൻസ് ഞാൻ തന്നെ 2-3 വീഡിയോ ചെയ്തതിൽ അങ്ങനെ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് എന്താണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയാണ് സാധാരണക്കാർക്ക് എന്താണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് നമ്മളിങ്ങനെ അത് കേട്ടു പോകുന്നു അല്ലേ. നമ്മൾ ചിലപ്പോൾ അത് ആൻറ്റി ഓക്സിഡൻസ് എന്തോ സാധനം ഉണ്ട്, കെമിക്കലാണ് അതിൻ്റെ ഫുഡിനകത്തുള്ള എന്തോ സാധനങ്ങളാണെന്ന് ഓർത്ത് നമ്മളങ്ങനെ പലതും കേൾക്കുന്നുണ്ട് ഡെയിലി. അങ്ങനെ സാധാരണക്കാർ അതിനകത്ത് ബോധറാകത്തില്ല. പക്ഷെ അതല്ല, അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പം ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരാറുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇങ്ങനെ എല്ലാവരും ഫുഡിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ക്യാൻസറിന് എതിരെ ചെയ്യും എന്നൊക്കെ, പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങളുടെ ബോഡിയെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയ വീഡിയോ ആണ്, ഒന്ന് ലിസൺ ചെയ്യണേ. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ അതായത് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ, ചെറിയ വസ്തുക്കൾ, ഓക്കെ, അല്ലെ കെമിക്കൽസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് നമ്മുടെ ബോഡിയിലെ സെൽസിലൊക്കെ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ദഹന പ്രക്രിയ കഴിഞ്ഞിട്ട് അതിന് മെറ്റബോളിസം എന്ന് പറയും. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ദഹന പ്രക്രിയ തന്നെയല്ല, മറ്റു ചില കാര്യങ്ങളും കൂടിയാണ്. ശ്വസന പ്രക്രിയയും ദഹന പ്രക്രിയയും എല്ലാം കൂടെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ചില പ്രോഡക്ട്സ്, ചില വസ്തുക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ലൈക്ക് ഫ്രീ റാഡിക്കൽസ്, ഇലക്ട്രോൺസ് ആണ് അത്. അതിന് ആ ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടല്ലോ, പെയറായിട്ടാണ് നിൽക്കുന്നത്. അത് കമ്പൈൻ ചെയ്ത് പാർട്ട്ണർ വേണം. അപ്പം അങ്ങനെ പെയറല്ലാത്ത ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഫോം ചെയ്യുന്നതിനെയാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഈ ഫ്രീ റാഡിക്കൽസ് വന്നിട്ട് അത് ഫ്രീ ആയിട്ട് നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ഉടനെ തന്നെ അത് സെൽസിലെ ഏതെങ്കിലും ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്യുക, അല്ലെങ്കിൽ പ്രോട്ടീൻസിനെ അതിലെ ഇലക്ട്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്യുക, അങ്ങനെ പെയറാകാൻ ശ്രമിക്കും. DNA അങ്ങനെ നമ്മുടെ ബോഡിക്ക്, ടിഷ്യൂസിന്, ഓർഗൻസിനൊക്കെ ഡാമേജ് ഉണ്ടാക്കും. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫ്രീ റാഡിക്കൽസ് കുറേ ഉണ്ടാകുമ്പം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാവണം അവിടെ. അതായത് ഇവയ്ക്ക് ഓക്സിഡേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ഈ ഓക്സിഡേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓക്സീകരണം. ഈ ഓക്സീകരണം എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് സെൽസ് ഒക്കെ ഡാമേജ് ചെയ്യും. അതിനുവേണ്ടിയാണ് ആന്റി ഓക്സിഡൻസ്. ആന്റി എന്ന് പറഞ്ഞാൽ എഗനിസ്റ്റ് ഓക്സിഡേഷൻ, ഓക്സീകരണത്തിനെ തടയുന്ന വസ്തുക്കൾ ഉണ്ടാക്കുക. അതുപോലെ അങ്ങനെയുള്ളത് നമ്മുടെ ഫുഡിൽ കൂടെ നമ്മൾ കഴിക്കാനേ പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെയാണ് ആന്റി ഓക്സിഡൻസ് ചെല്ലണം അവിടെ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഫുഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇങ്ങനെ ഫ്രീ റാഡിക്കലിനെ തടയാൻ പറ്റത്തുള്ളൂ. ആന്റി ഓക്സിഡൻസ്, ഓക്സീകരണത്തിനെ തടയുന്ന വസ്തുക്കൾ നമ്മൾ കഴിക്കുക, ഫുഡിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? ആന്റി ഓക്സിഡൻസ് കഴിച്ചില്ലെങ്കിൽ, അതുകൊണ്ടാണ് നമ്മളെല്ലാ ഇങ്ങനെ ഫുഡ് വീഡിയോയിൽ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. ഏജിങ് ഉണ്ടാവുക, നമ്മുടെ പ്രായമില്ല, നമ്മുടെ ഏജിനെക്കാട്ടിലും നമ്മുടെ ജനറ്റിക്, അതായത് നമ്മുടെ ഏജിനെ നമുക്ക് ഇപ്പോൾ ഉള്ള ഏജില്ലേ അതിനെക്കാട്ടിലും നമുക്ക് പ്രായം കൂടുതൽ തോന്നുക. ഓക്കെ, പ്രായം കൂടുതൽ തോന്നുക എന്ന് പറയുന്നത്. പിന്നെ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഓക്സിഡേറ്റീവ്, ഈ ഫ്രീ റാഡിക്കൽസ് കൊണ്ട് കഴിയുക. ഓക്കെ, സോ ഫ്രീ റാഡിക്കൽസ് അങ്ങനെ ക്യാൻസർ ഉണ്ടാക്കും. അതുപോലെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാക്കും. നമ്മുടെ ലിവറിന് ശരിക്കും, ബിക്കോസ് ഡിറ്റോക്സിഫിക്കേഷനൊക്കെ ഈ വിഷങ്ങളെയൊക്കെ ഇതാക്കുന്നതല്ലേ, ഫിൽട്രേഷൻ ചെയ്യുന്നത് ലിവറാണല്ലോ. അപ്പം ലിവറിന് പ്രോബ്ലംസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഐസൈറ്റ്, കണ്ണിന് പ്രോബ്ലം ഉണ്ടാക്കും. അങ്ങനെ എല്ലാ ഓർഗൻസിനും ഇത് ഡാമേജ് ആകും. ഇത് നോട്ട് ഓൺലി നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെയല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്ട്രെസ് ഒക്കെ ഉണ്ടാകും. ഇവിടെ കാണുന്ന ഈ ബ്ലാക്ക്ബെറി, അതുപോലെ തന്നെ ബ്ലൂബെറി, പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറീസ്, ചീരവർഗ്ഗങ്ങൾ, ഇതിനകത്തെല്ലാം തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഈ കാണുന്നത് ടൊമാറ്റോസ്, അതുപോലെ തന്നെ ക്യാരറ്റ്സ്,
സീ ഫുഡ് ഐറ്റംസ്. ഓക്കെ, നട്ട്സിലുണ്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ്. ഗീയിൽ, ഡയറി പ്രോഡക്ട്സിലെല്ലാം ഉണ്ട്. ഗീ, ചീസ്, ബട്ടർ. ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയ മൈക്രോ ഗ്രീൻസാണ്. അതുപോലെ തന്നെ ഈ കുക്കുംബേഴ്സിലുണ്ട്. കുക്കുംബർ ജ്യൂസ് ഒക്കെ ഉണ്ട്. ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും ഒക്കെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് ധാരാളം. ഹണിയിലുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു.